Gurudeva Charanam Sharanam. Good morning, ladies and gentlemen. We are assembled here to celebrate the centenary celebration of the Maha Sangamam between the Sri Narayana Gurudevan and Mahatma Gandhi. Let's begin the program with Guru Smarana. I humbly request Srimad Swami Sharadananda, Treasurer, Sri Narayana Dharma Sangam, Trust for Guru Smarana. Om Yaddarshanam Nikhila Dukkaharam Pavitram Yadpada Pangajarajam Syakhanashakani Datri Pumardhani Jayasya Jayat Kripashri Narayanam Munivaram Tamaham Namami Shri Narayana Sadguru Guru Kripa Varanidhe Pahino Nadha Tatpada Pangaja Smridiriman Shuddhi Karotvanjasa Dharmastapana Karma Lolupamate Tam Brahmaradho Bhava Tasmai Shri Guru Murtaye Namaidam Narayanayanvaham. Om Shanti 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 Om Tat Sat. Pranam Swamiji. I humbly request Srimad Swami Shubhangananda, General Secretary, Sri Narayana Dharma Sangam Trust, to welcome the esteemed guests, dignitaries, delegates, and devotees assembled here. Om Sri Narayana Parama Gurave Namaha. Our Honorable Prime Minister of India, Sri Narendra Modi ji, ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹസമ്പന്നരായ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹനിർഭരമായ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയുമായി നടന്ന സമാഗമത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ നിറവിലാണ് നാം എല്ലാവരും ഇന്നിവിടെ സംഗമിച്ചിരിക്കുന്നത്. ഗുരുദേവനും ഗാന്ധിജിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞ ചർച്ചകളും സംഭാഷണങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം വളരെയേറെ കാലിക പ്രസക്തി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ശതാബ്ദി ആഘോഷത്തോട് അനുബന്ധിച്ച് അന്നത്തെ ചർച്ചകൾക്കും ചിന്തകൾക്കും വേദിയൊരുക്കുക എന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ശതാബ്ദി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുവാൻ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠം ആഗ്രഹിക്കുന്നത്. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അതിന് ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹ കൃപാകടാക്ഷം നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമയിലേക്ക് കടക്കുകയാണ്. ഈ ചരിത്ര പ്രസിദ്ധമായ ശതാബ്ദി സമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഭാരതത്തിൻ്റെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജി അവറുകളാണ്. I wholeheartedly welcome our esteemed Prime Minister Sri Narendra Modi ji in this August gathering on behalf of Shivagiri Math. ധർമ്മ സംഘം ട്രസ്റ്റിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളെ വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെയെല്ലാം പ്രിയങ്കരനായ കേരളത്തിൻ്റെ അഭിമാനമായ കേന്ദ്ര സഹമന്ത്രി
ശ്രീ ജോർജ് കുര്യൻ അവരുകളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ആറ്റിങ്ങൽ പാർലമെന്റ് അംഗം അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എംപി അവരുകളെ സന്തോഷപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ധർമ്മസംഘം ട്രസ്റ്റ് ട്രഷറർ ശ്രീമതി ശാരദാനന്ദ സ്വാമികളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന പൂജനീയരായ എൻ്റെ സന്യാസി സഹോദര സന്യാസി ശ്രേഷ്ഠന്മാർ, വിവിധ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികൾ, പ്രവർത്തകർ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാർ, മാധ്യമ പ്രവർത്തകർ ഏവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളുടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Pranam Swamiji. Next, I humbly request Sri Adur Prakash, Honorable Member of the Parliament, to deliver the remarks. സംപൂജ്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന സച്ചിദാനന്ദ സ്വാമിജി, ബഹുമാന്യനായ കേന്ദ്ര മന്ത്രി ശ്രീ ജോർജ് കുര്യൻ അവറുകൾ, ശ്രീ സുഭാഗാനന്ദ സ്വാമികൾ, ശാരദാനന്ദ സ്വാമികൾ, മറ്റ് ബഹുമാന്യരായ ശ്രേഷ്ഠ വര്യന്മാർ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും തമ്മിൽ കണ്ടുമുട്ടിയതിൻ്റെ 100ാമത് ശതാബ്ദി ആഘോഷമാണ്, ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭ്യമായതിലുള്ള സന്തോഷം മാത്രമല്ല, ഈ അനുഗ്രഹീതമായ നിമിഷം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിലമതിക്കപ്പെട്ടതായി ഞാൻ കാണുകയാണ്. 1920-നും 1937-നും ഇടയിൽ മഹാത്മാഗാന്ധി കേരളത്തിൽ സന്ദർശിച്ചത് ഏതാണ്ട് 5 തവണയാണ്. ഏതാണ്ട് 45 ദിവസങ്ങളിലായി കേരളത്തിൽ അദ്ദേഹം സഞ്ചരിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ മനസ്സിലേക്കുള്ള വെളിച്ചം കൂടുതൽ തെളിമയോടെ കടന്നു വരുന്ന ദിവസങ്ങളായി അതിനെ കാണുകയാണ്. കേരളത്തിൻ്റെ വടക്കു മുതൽ തെക്കേ അറ്റം വരെയുള്ള പ്രദേശങ്ങളിലെ സന്ദർശനങ്ങളിൽ മാറ്റത്തിൻ്റെ കാറ്റിനെ കരുത്തേകുകയുണ്ടായി. മദ്യ നിരോധനം, ഐത്തോച്ചാടനം, സ്ത്രീ പുരുഷ സമത്വം, സ്ത്രീ സുരക്ഷ, വ്യക്തി ശുചിത്വം, ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം, സാമൂഹ്യ നീതി തുടങ്ങിയ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകുകയുണ്ടായി. 1925 മാർച്ച് വരെയുള്ള രണ്ടാം കേരളത്തിലേക്കുള്ള സന്ദർശനം കൊച്ചിയിൽ നിന്നും തുടങ്ങി പാലക്കാടാണ് അവസാനിച്ചത്. വൈക്കം സത്യാഗ്രഹ വേദിയിൽ മഹാത്മാഗാന്ധി എത്തിയത് അങ്ങനെയാണ്. വൈക്കം സത്യാഗ്രഹ വേദിയിൽ എത്തുവാൻ അതിന് മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിച്ചത് ശ്രീ TK മാധവൻ ആണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശാനുസരണം, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം മഹാത്മാഗാന്ധി അവിടേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ 1925 ഗുരുവിന് ഏതാണ്ട് 70 വയസ്സ് പ്രായം ഉള്ള സമയത്താണ് മഹാത്മാഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിന് ഏതാണ്ട് 56 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. TK മാധവനിൽ നിന്നാണ് ഗുരുവിൻ്റെ മഹത്വം ഗാന്ധിജി മനസ്സിലാക്കിയത്. ഗുരുദേവനെ ഒരു അവതാര പുരുഷനായി കണ്ട്
അദ്ദേഹത്തിന് മംഗളപത്രം സമർപ്പിക്കുകയും ആ കാലഘട്ടത്തിലുണ്ടായി. നൂൽനൂൽപ്പ്, മദ്യവർജനം എന്നിവ ഗാന്ധിജിക്ക് മുൻപിൽ തന്നെ ഗുരുദേവൻ ഉപദേശിക്കുകയുണ്ടായി. 1925 മാർച്ച് 12 മഹാത്മജിയുടെ ശിവഗിരി സന്ദർശനം. അദ്ദേഹത്തിൻ്റെ ശിവഗിരി സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹരിജനോദ്ധാരണത്തിന് വേണ്ടിയുള്ള ധനശേഖരണാർത്ഥമാണ് കേരളത്തിൽ അദ്ദേഹം എത്തിയത്. ഗുരുദേവനെ സന്ദർശിക്കുവാനുള്ള അനുവാദം തേടുകയുണ്ടായി. അനുവാദം തേടി വളരെ ആർഭാടത്തോടുകൂടി ഗുരുദേവനും അന്തേവാസികളും അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഹിന്ദുമതത്തിലെ ജാതി വ്യത്യാസം അംഗീകരിക്കുന്ന മട്ടിലായിരുന്നു ഗാന്ധിയുടെ സംഭാഷണത്തിൻ്റെ തുടക്കം. ആ സംഭാഷണത്തിൻ്റെ തുടക്കം ഒരു മാവിൻ ചുവട്ടിലായിരുന്നു എങ്കിൽ ആ മാവിലകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗാന്ധിജി സമർത്ഥിക്കുവാൻ ശ്രമിച്ചത് ഈ ഇലകളുടെ രൂപവും ഭാവവും വ്യത്യസ്തമാണ്. ആ രൂപവും ഭാവത്തിലുമുള്ള വ്യത്യാസത ഹിന്ദു മതത്തിലും ഉണ്ടാകും എന്നാണ് അദ്ദേഹം അന്ന് സൂചിപ്പിച്ചത്. പക്ഷേ ഗുരുദേവൻ മറ്റൊരു കാര്യം സൂചിപ്പിച്ചത്, ഈ ഇലകളുടെ നീരെടുത്ത് നോക്കിയാൽ, അത് രുചിച്ചു നോക്കിയാൽ അതിൻ്റെ രുചി ഒന്നായിരിക്കും എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുകയുണ്ടായി. പറയുക മാത്രമല്ല, ഗുരുദേവൻ്റെ ആ കാഴ്ചപ്പാട് മഹാത്മാഗാന്ധി അംഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണുന്നത്. അതിനുശേഷം മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ മാറ്റത്തിൻ്റെ ധ്വനിയാണ് ഇവിടെ നിന്നുള്ള തുടക്കം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ഇന്നും നമ്മുടെയൊക്കെ മുമ്പിൽ ഉണ്ട്. ആ ചരിത്ര പശ്ചാത്തലം നമ്മളാരും മറന്നുപോകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുവാൻ വേണ്ടി അവസരം വിനിയോഗിക്കുന്നില്ല. ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഈ ശോഭനമായ മുഹൂർത്തത്തിൽ നിങ്ങളേവരെയും കാണുവാനും അതിനുള്ള അവസരവും ഒരുക്കി തന്ന സച്ചിദാനന്ദ സ്വാമികൾ അവരുടെ നന്ദിയും കടപ്പാടും പ്രത്യേകമായി അറിയിക്കുവാൻ കൂടി അവസരം വിനിയോഗിച്ചുകൊണ്ട് എല്ലാ നന്മകളും ആശംസകളും ഗുരുദേവൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you, sir. May I invite Shri George Kurian, Honorable Central Minister of State Minority Affairs, to share a few words with us. Honorable Prime Minister Modi ji, Brahmasri Swami Sachidananda, Sri Adur Prakash MB, Swami Shubhagananda, Swami Saradananda, കേരളത്തിലെ പ്രഗത്ഭരെല്ലാം തന്നെ എല്ലാ രംഗത്തും ഉള്ളവർ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഞാൻ കാണുകയാണ്. അതാണ് ഗുരുദേവൻ്റെ ആശയത്തിൻ്റെ വിജയം എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവരെയും ഒന്നാക്കുന്ന ഗുരുദേവൻ്റെ മുമ്പിൽ ആദ്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. മഹാത്മാവും മഹാഗുരുവും 100 വർഷങ്ങൾക്ക് മുമ്പ് അവരൊന്നായി. അവരുടെ ആശയങ്ങൾ പങ്കുവച്ചു. മഹാത്മാവിൻ്റെ ആശയങ്ങളും മഹാഗുരുവിൻ്റെ ആശയങ്ങളും ഏതാണ്ട് ഒന്ന് തന്നെയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. രണ്ടുപേരെയും ഭാരതത്തിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് നിർത്തി. ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഗുരുദേവൻ മുന്നോട്ട് വെച്ച അഷ്ടലക്ഷ്യങ്ങൾ, ഓരോ കാര്യം ചെയ്യുന്ന അവസരത്തിൽ അതിന് സാമൂഹികമായിട്ടുള്ള ലക്ഷ്യമുണ്ടാകണം എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. അത് തീർത്ഥാടനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസം.
ആധ്യാത്മിക ഗുരു ആദ്യം പറയുന്നത് വിദ്യാഭ്യാസത്തെ പറ്റിയാണ്. അതുകൊണ്ടാണ് ആ ഗുരുദേവനെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമ്മളെ പഠിപ്പിച്ചതുകൊണ്ടാണ് 1950 കേരളത്തിൽ 55% സാക്ഷരതയുണ്ടായിരുന്നു. അവിടെ നിന്നാണ് വിദ്യാഭ്യാസത്തിന്റെ കുതിപ്പ് തുടങ്ങുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയുവാൻ സാധിക്കും, it is connected to Modiji. See, all this Ashtalakshya, it is all adopted by Modiji. First is education. Gurudevan told that it is education first. That is why we can say now NEP is there. Education policy is there, introduced by Modiji. അടുത്തത് ശുചിത്വമാണ്, cleanliness. Swachh Bharat. See, the infant mortality rate of Kerala in 1950, it was almost the same to this European countries because of Guruji like Gurudevan like social reformers. Then Swachh Bharat. Modiji Swachh Bharat. Same ideology, same adoption. Then വരുന്നു spirituality. Spirituality, we know that the soul of India, it is accepted by Modiji and he fulfilled all his promises for this area. Then come to this Sangadana, that is get together. Modiji say that it is the togetherness of 140 Indians, that is the power of India. What did Guruji said? Gurudevan said, Sangadichu Shaktaragiga. Empowerment through togetherness. That is the same Modiji is telling. Then Krishi. First I remember when nowadays when I hear that Krishi is Kisan Samman Nidhi. Gurudevan told that first, that for your livelihood, that is Krishi. Then come trade, Kachavadam, trade and industry. See, India is now the 4th place in the world in the economic field. ഞാൻ നമിക്കുന്നു ഗുരുദേവനെ. Then come കൈത്തൊഴിൽ, that is handicraft. Handicraft with the startup, that is Modiji's vision. That is Modiji's vision. Handicraft with this startup. Then comes Shastra Sankedika Vidya. 100 years before, Gurudevan told us that about science and technology. See, science and technology, we can see that digital India and space. 100 years before, what will happen now? That we should adopt. Gurudevan said that. That is why I say that Modiji is the real disciple of Gurudevan. No doubt he adopted all his Gurudevan's Ashtalakshya. I express my gratitude to സ്വാമിമാർ 3 പേരെയും ഞാൻ വന്നപ്പോഴേ പറഞ്ഞു ഇനി വഴക്ക് പറയരുത് എന്ന് പറഞ്ഞിട്ടാണ്. അവർക്കെന്നെ ശാസിക്കാനുള്ള ശക്തിയുള്ളവരാണ്. ഞാൻ അവരെ എന്നും ഗുരുക്കളായിട്ട് ഞാൻ ആരാധിക്കുന്നവരാണ്. അവരുടെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും ഗുരുദേവന്റെ അനുഗ്രഹം എനിക്കുണ്ടാകുമെന്ന് ഗുരുദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much for your informative talk. Brahmasri Swami Sachidananda is the president of Sri Narayana Dharma Sangam Trust, Shivagiri Mat, Varkala. I humbly request Swamiji to enlighten us with the spiritual discourse.
സമന്താരവരിഷ്ടന്തം സർവാനുഗ്രഹദായിനം ശ്രീനാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം. ശ്രീനാരായണ ഗുരുദേവന്റെ സന്യസ്ത ശിഷ്യ പരമ്പരയുടെയും ലക്ഷക്കണക്കിന് ശ്രീനാരായണ ഭക്തന്മാരുടെയും പേരിൽ ഇന്ത്യയുടെ മഹാനായ പ്രധാനമന്ത്രിക്ക് സ്വാഗതം സ്വാഗതം സുസ്വാഗതം. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, സഹോദരങ്ങളെ, നമസ്കാരം. ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു സംഭവമാണ് മഹാത്മാഗാന്ധി ശിവഗിരിയിൽ വന്ന് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. ആ സന്ദർശനം ഗാന്ധിജിയുടെയും ഭാരതത്തിൻ്റെയും ചരിത്രത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയും മഹാത്മാഗാന്ധി സമ്പൂർണ്ണം ഐത്തോച്ചാടനത്തിനു വേണ്ടിയും അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയും സമ്പൂർണ്ണം പ്രവർത്തനം ആരംഭിച്ചത് അതോടുകൂടിയാണ്. ശിവഗിരിയിൽ വന്നതിന് ശേഷമാണ് മഹാത്മാഗാന്ധി താൻ നടത്തിയിരുന്ന യങ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ പേര് മാറ്റി ഹരിജൻ എന്ന പേര് നൽകുകയും ശിവഗിരിയിൽ കണ്ടതുപോലെയുള്ള ഒരാശ്രമം വാർധയിൽ സ്ഥാപിക്കുകയും ചെയ്തത്. തുടർന്ന് മഹാത്മാഗാന്ധി കേരളത്തിൽ 2 പ്രാവശ്യം കൂടി വന്ന് ഗുരുവിൻ്റെ മഹാസമാധിക്ക് ശേഷം ഗുരുദേവനോട് ആദരവ് പുലർത്തുകയുണ്ടായി. ഇന്ത്യയുടെ ചരിത്രത്തിൽ വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ച ആ കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ലോകമെമ്പാടും ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ശിവഗിരി മഠം നമ്മുടെ തലസ്ഥാന നഗരിയിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെ നടത്തുവാൻ നിശ്ചയം ചെയ്തത്. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജി ശിവഗിരിയോടും ശ്രീനാരായണ ഗുരുദേവനോടും കാണിക്കുന്ന ആഭിമുഖ്യം എത്ര വലുതാണ് എന്ന് എത്ര പറഞ്ഞാലും തീരുകയില്ല. അദ്ദേഹം ആദ്യമായി ശിവഗിരിയിൽ വരുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ 2013 അന്ന് ശിവഗിരിയിൽ അദ്ദേഹം ചെയ്ത പ്രസംഗം, യാതൊരു നോട്ടും കൂടാതെ 1 മണിക്കൂർ നേരം ചെയ്ത പ്രസംഗം ഞങ്ങളെല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയ സംഭവമാണ്. അതിനുശേഷം ശിവഗിരിയിലേക്ക് ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചു. പക്ഷേ ആ അവസരത്തിൽ വരാൻ സൗകര്യമുണ്ടായില്ല. തുടർന്ന് കേരളത്തിൽ വന്നപ്പോൾ മഹാനായ ആർ ശങ്കരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ കേരളത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ശിവഗിരി മഠം ക്ഷണിക്കാതെ തന്നെ ശിവഗിരിക്ക് നിർദ്ദേശം നൽകി, ഞാൻ കേരളത്തിൽ വരുമ്പോൾ ഇതാ ശിവഗിരിയിലും വരും. അങ്ങനെ ശിവഗിരിയിലെത്തി ഗുരുദേവനോട് ആദരവ് പ്രകടിപ്പിച്ച മഹാനായ ഇന്ത്യയുടെ പുത്രനാണ് ശ്രീ നരേന്ദ്ര മോദിജി. അതിനുശേഷം ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിൻ്റെ 90ാമത് വാർഷികം പ്രമാണിച്ച് മോദിജിയുടെ ഭവനത്തിൽ വെച്ച് തന്നെ ഞങ്ങളൊരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ മോദിജി ചെയ്ത പ്രസംഗത്തിൽ പറഞ്ഞത് ശ്രീനാരായണ ഗുരു ഇന്ത്യയുടെ ആത്മാവാണ്. ശ്രീനാരായണ ഗുരുവിനെ ഇന്ത്യയുടെ ആത്മാവായി കണ്ടുകൊണ്ട് മറ്റേതെങ്കിലും ഒരു പ്രധാനമന്ത്രി പ്രസംഗിച്ചതായിട്ട് അല്ലെങ്കിൽ സന്ദേശം നൽകിയതായിട്ട് ഞങ്ങൾക്കറിയുവാൻ സാധിക്കുകയില്ല.
പാർലമെന്റിൽ ശ്രീനാരായണ ഗുരുദേവന്റെ അരുവിപ്പുറം സന്ദേശം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത് എന്നുള്ള ഗുരുവിന്റെ ആദ്യ സന്ദേശം, ആ സന്ദേശം അനുസരിച്ചുള്ള ഒരു ഭാരതത്തെ വാർത്തെടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ്ജിയെ കൊണ്ട് ആ പ്രസംഗം അവിടെ പാർലമെന്റിൽ മുഴക്കിയതിൽ ശ്രീനാരായണ സമൂഹത്തിനുള്ള ആദരവും ശ്രീനാരായണ സമൂഹത്തിനുള്ള അഭിമാനവും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അങ്ങനെ ശിവഗിരിയോടും ശ്രീനാരായണ ഗുരുവിനോടും ശ്രീനാരായണ പ്രസ്ഥാനത്തോടും അദമ്യമായ സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് ശിവഗിരിയുടെ വികസനത്തിനായി ടൂറിസം പാക്കേജിൽ 69 കോടി രൂപ ശിവഗിരിക്ക് വേണ്ടി സമർപ്പണം ചെയ്ത് ശിവഗിരിയുടെ പ്രവർത്തനത്തിൽ ഇന്നത്തെ ഗവൺമെന്റ് പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന് അടുത്തിരുന്ന് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഡൽഹിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ ഒരു റോഡുണ്ടാകണം, അതിന് അങ്ങയുടെ നിർദ്ദേശമുണ്ടാകണം. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ഞാൻ ചെക്ക് ചെയ്യാം, പരിശോധിക്കാം, അതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ശ്രീനാരായണ ഗുരുവിന്റെ ഏകലോക ദർശനം ജാതി മത ഭേദചിന്തകൾക്കതീതമായി ലോകത്തെ മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ടുള്ള ഗുരുവിന്റെ വിശ്വദർശനം, അതിൽ അഭിമാനം കൊള്ളുകയും അതിൻ്റെ സാഫല്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മഹാനാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഈ സമ്മേളനം തന്നെ ഇവിടെ ഡൽഹിയിൽ നടക്കുമ്പോൾ ഞങ്ങൾ ശിവഗിരിയിൽ നിന്നും നേരിട്ട് പ്രധാനമന്ത്രിക്കൊരു മെയിൽ സന്ദേശം അയച്ചു. മറ്റൊരു ശുപാർശയും കൂടാതെ, ഏതെങ്കിലും മന്ത്രിമാരുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ ഒന്നിൻ്റെയും ശുപാർശ കൂടാതെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശിവഗിരിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് അനുവാദം നൽകുകയും ഇവിടെ എത്തിച്ചേരുകയുമാണ് ചെയ്തിട്ടുള്ളത്. സഹോദരങ്ങളെ, ഞാൻ ഉറക്കെ പറയട്ടെ, ഇങ്ങനെയൊരു പ്രധാനമന്ത്രി നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. നിരവധി പ്രധാനമന്ത്രിമാർ ഭാരതം ഭരിച്ചുവെങ്കിൽ തുല്യമായ കാഴ്ചപ്പാടോടുകൂടി, തുല്യമായി ഭേദചിന്തകൾക്ക് അതീതമായി അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളെ സ്നേഹിച്ചുകൊണ്ടും എല്ലാവിധമായ മതഭേദങ്ങൾക്കും അപ്പുറത്ത് രാജ്യത്തെ കണ്ടുകൊണ്ട് രാജ്യത്തിൻ്റെ പുരോഗതിയാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന മഹാനായ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് നമുക്ക് ഭാരതത്തിനുള്ളത്. ആ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഗാന്ധിജിയും ഗുരുദേവനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മോഡിജിയെ ഞങ്ങൾ കാണുന്നത് മഹാത്മാഗാന്ധിയുടെ തന്നെ ആത്മപ്രതീകമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ കേരളത്തിനും ഭാരതത്തിനും ലോകത്തിനും ഈ രണ്ട് മഹാപുരുഷന്മാർ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും നൽകിയ വിശ്വദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മഹത്തായ സന്ദേശം നൽകുമെന്നുള്ള പ്രത്യാശയും വിശ്വാസവുമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, അങ്ങേക്ക് പ്രണാമം, പ്രണാമം, പ്രണാമം. Pranam Swamiji. On behalf of the Sri Narayana Dharma Sangam Trust, Shivagiri, I humbly request the Honorable Prime Minister to inaugurate the centenary celebration of the meeting between Sri Narayana Gurudev and Mahatma Gandhi by lighting the lamp. May I now request all our esteemed dignitaries on the stage to kindly come forward for the lighting of the ceremonial lamp. I also request Srimati Beena Baburam to hand over the lamp to the Honorable Prime Minister.
I request all of you to rise up. Thank you all. May I request Swami Sharadananda to honor the Prime Minister with a shawl. May I request Swami Sharadananda to honor the Prime Minister with a shawl. May I request Swami Sachidananda to present a memento to the Honorable Prime Minister as a mark of our love, respect, and sincere gratitude. I also request Srimad Swami Shubhangananda to present books to the Honorable Prime Minister. On behalf of Sri Narayana Dharma Sangam Trust, Shivagiri, I humbly request Honorable Prime Minister to address the audience and deliver the inaugural address. ब्रह्मर्षि स्वामी सच्चिदानंद जी, श्रीमठ स्वामी शुभंगानंदा जी, स्वामी शारदानंद जी, सभी पूज्य संतगण, सरकार में मेरे साथी श्री जॉर्ज कुरियन जी, संसद में मेरे साथी श्री अडूर प्रकाश जी, अन्य सभी वरिष्ठ महानुभाव, देवी और सज्जनों, पिन्ने एंडे एल्ला प्रियपेट मलयाली सहोदरी सहोदरन मार्को एंडे विनितमाय नमस्कारों। आज ये परिसर देश के इतिहास की एक अभूतपूर्व घटना को याद करने का साक्षी बन रहा है। एक ऐसी ऐतिहासिक घटना जिसने न केवल हमारे स्वतंत्रता आंदोलन को नई दिशा दी, बल्कि स्वतंत्रता के उद्देश्य को, आजाद भारत के सपने को ठोस मायने दिए। 100 साल पहले
श्री नारायण गुरु और महात्मा गांधी की वो मुलाकात आज भी उतनी ही प्रेरक है, उतनी ही प्रासंगिक है। 100 साल पहले हुई वो मुलाकात सामाजिक समरसता के लिए, विकसित भारत के सामूहिक लक्ष्यों के लिए आज भी ऊर्जा के बड़े स्रोत की तरह है। इस ऐतिहासिक अवसर पर मैं श्री नारायण गुरु के चरणों में प्रणाम करता हूं। मैं गांधी जी को भी अपनी श्रद्धांजलि अर्पित करता हूं। भाई बहनों, श्री नारायण गुरु के आदर्श पूरी मानवता के लिए बहुत बड़ी पूंजी है। जो लोग देश और समाज की सेवा के संकल्प पर काम करते हैं, श्री नारायण गुरु उनके लिए प्रकाश स्तंभ की तरह है। आप सभी जानते हैं कि समाज के शोषित, पीड़ित, वंचित वर्ग से मेरा किस तरह का नाता है, और इसलिए आज भी मैं जब समाज के शोषित, वंचित वर्ग के लिए बड़े निर्णय लेता हूं तो मैं गुरुदेव को जरूर याद करता हूं। 100 साल पहले के वो सामाजिक हालत, सदियों की गुलामी के कारण आई विकृतियां, लोग उस दौर में उन बुराइयों के खिलाफ बोलने से डरते थे, लेकिन श्री नारायण गुरु ने विरोध की परवाह नहीं की। वो कठिनाइयों से नहीं डरे, क्योंकि उनका विश्वास समरसता और समानता में था। उनका विश्वास सत्य, सेवा और सौहार्द में था। यही प्रेरणा हमें सबका साथ, सबका विकास का रास्ता दिखाती है। यही विश्वास हमें उस भारत के निर्माण के लिए ताकत देता है जहां अंतिम पायदान पर खड़ा व्यक्ति हमारी पहली प्राथमिकता है। साथियों, शिवगिरी मठ से जुड़े लोग और संत जन भी जानते हैं कि श्री नारायण गुरु हैं और शिवगिरी मठ में मेरी कितनी अगाध आस्था रही है। मैं भाषा तो नहीं समझ पा रहा था, लेकिन पूज्य सच्चिदानंद जी जो बातें बता रहे थे वो पुरानी सारी बातें याद कर रहे थे। और मैं भी देख रहा था कि उन सब बातों पर आप बड़े भाव विभोर होकर के उसके साथ जुड़ जाते थे। और मेरा सौभाग्य है कि मठ के पूज्य संतों ने हमेशा मुझे अपना स्नेह दिया है। मुझे याद है 2013 में, तब तो मैं गुजरात में मुख्यमंत्री था, जब केदारनाथ में प्राकृतिक आपदा आई थी, तब शिवगिरी मठ के कई पूज्य संत वहां फंस गए थे, कुछ भक्तजन भी फंस गए थे। शिवगिरी मठ ने वहां फंसे लोगों को सुरक्षित निकालने के लिए भारत सरकार का संपर्क नहीं किया था। प्रकाश जी, बुरा मत मानना। शिवगिरी मठ ने, मैं एक राज्य का मुख्यमंत्री था, मुझे आदेश दिया
और इस सेवक पर भरोसा किया कि भाई ये काम तुम करो। और ईश्वर कृपा से सभी संत, सभी भक्तजन को सुरक्षित में ला पाया था। साथियों, वैसे भी मुश्किल समय में हमारा सबसे पहला ध्यान उसकी ओर जाता है जिसे हम अपना मानते हैं, जिस पर हम अपना अधिकार समझते हैं। और मुझे खुशी है कि आप अपना अधिकार मुझ पर समझते हैं। शिवगिरी मठ के संतों के इन अपनेपन से ज्यादा आत्मिक सुख की बात मेरे लिए और क्या हुई। साथियों, मेरा आप सबसे एक रिश्ता काशी का भी है। वर्कला को सदियों से दक्षिण की काशी भी कहा जाता है। और काशी चाहे उत्तर की हो या दक्षिण की, मेरे लिए हर काशी मेरी काशी ही है। साथियों, मुझे भारत की आध्यात्मिक परंपरा, ऋषियों मुनियों की विरासत, उसे करीब से जानने और जीने का सौभाग्य मिला है। भारत की ये विशेषता है कि हमारा देश जब भी मुश्किलों के भंवर में फंसता है, कोई न कोई महान विभूति देश के किसी कोने में जन्म लेकर समाज को नई दिशा दिखाती है। कोई समाज के आध्यात्मिक उत्थान के लिए काम करता है, कोई सामाजिक क्षेत्र में समाज सुधारों को गति देता है। श्री नारायण गुरु ऐसे ही महान संत थे। निवृत्ति पंचकम और आत्मोपदेश शतकम जैसी उनकी रचनाएं ये अद्वैत और अध्यात्म के किसी भी स्टूडेंट के लिए गाइड की तरह है। साथियों, योग और वेदांत, साधना और मुक्ति नारायण गुरु के मुख्य विषय थे। लेकिन वो जानते थे कि कुरीतियों में फंसे समाज का आध्यात्मिक उत्थान उसके सामाजिक उत्थान से ही संभव होगा। इसलिए उन्होंने अध्यात्म को समाज सुधार और समाज कल्याण का एक माध्यम बनाया। और श्री नारायण गुरु के ऐसे प्रयासों से गांधी जी ने भी प्रेरणा पाई, उनसे मार्गदर्शन लिया। गुरुदेव रविन्द्रनाथ टैगोर जैसे विद्वानों को भी श्री नारायण गुरु से चर्चा का लाभ मिला। साथियों, एक बार किसी ने श्री नारायण गुरु की आत्मोपदेश शतकम रमण महर्षि जी को सुनाई थी। उसे सुनकर रमण महर्षि जी ने कहा था, अवर एल्लाम तेरिंजवर, यानी वो सब कुछ जानते हैं। और उस दौर में जब विदेशी विचारों के प्रभाव में भारत की सभ्यता, संस्कृति और दर्शन को नीचा दिखाने के षड्यंत्र हो रहे थे, श्री नारायण गुरु ने हमें ये एहसास कराया कि कमी हमारी मूल परंपरा में नहीं है। हमें अपने आध्यात्म को
सही अर्थों में आत्मसात करने की जरूरत है। हम नर में श्री नारायण को, जीव में शिव को देखने वाले लोग हैं। हम द्वैत में अद्वैत को देखते हैं। हम भेद में भी अभेद देखते हैं। हम विविधता में भी एकता देखते हैं। साथियों, आप सभी जानते हैं, श्री नारायण गुरु का मंत्र था, ओरु जाति, ओरु मतम, ओरु देवम, मनुष्यनु। यानी पूरी मानवता की एकता, जीव मात्र की एकता, ये विचार भारत की जीवन संस्कृति का मूल है, उसका आधार है। आज भारत उस विचार को विश्व कल्याण की भावना से विस्तार दे रहा है। आप देखिए, अभी हाल ही में हमने विश्व योग दिवस मनाया। इस बार योग दिवस की थीम थी योगा फॉर वन अर्थ वन हेल्थ, यानी एक धरती एक स्वास्थ्य। इसके पहले भी भारत ने विश्व कल्याण के लिए वन वर्ल्ड वन हेल्थ जैसे इनिशिएटिव शुरू किया है। आज भारत सस्टेनेबल डेवलपमेंट की दिशा में वन सन, वन अर्थ, वन ग्रिड जैसे ग्लोबल मूवमेंट को भी लीड कर रहा है। आपको याद होगा 2023 में भारत ने जब G20 समिट को होस्ट किया था, हमने उसकी भी थीम रखी थी, वन अर्थ, वन फैमिली, वन फ्यूचर। हमारे इन प्रयासों में वसुधैव कुटुंबकम की भावना जुड़ी हुई है। श्री नारायण गुरु जैसे संतों की प्रेरणा जुड़ी हुई है। साथियों, श्री नारायण गुरु ने एक ऐसे समाज की परिकल्पना की थी जो भेदभाव से मुक्त हो। मुझे संतोष है कि आज देश सैचुरेशन अप्रोच पर चलते हुए भेदभाव की हर गुंजाइश को खत्म कर रहा है। लेकिन आप 10-11 साल पहले की हालत को याद करिए। आजादी के इतने दशक बाद भी करोड़ों देशवासी कैसा जीवन जीने को मजबूर थे। करोड़ों परिवारों के सिर पर छत तक नहीं थी। लाखों गांवों में पीने का साफ पानी नहीं था। छोटी छोटी बीमारी में भी इलाज कराने का विकल्प नहीं। गंभीर बीमारी हो जाए तो जीवन बचाने का कोई रास्ता नहीं। करोड़ों गरीब, दलित, आदिवासी महिलाएं मूलभूत मानवीय गरिमा से वंचित थे। और ये करोड़ों लोग इतनी पीढ़ियों से इन कठिनाइयों में जीते चले आ रहे थे कि उनके मन में बेहतर जिंदगी की उम्मीद तक मर चुकी थी। जब देश की इतनी बड़ी आबादी ऐसी पीड़ा और निराशा में थी, तब देश कैसे प्रगति कर सकता था। और इसलिए हमने सबसे पहले संवेदनशीलता को सरकार की सोच में ढाला। हमने सेवा को संकल्प बनाया। इसी का परिणाम है कि हम पीएम आवास योजना के तहत करोड़ों गरीब, दलित, पीड़ित, शोषित, वंचित परिवारों को पक्के घर दे पाए। हमारा लक्ष्य हर गरीब को उसका पक्का घर देने का है। और ये घर केवल ईंट सीमेंट का ढांचा नहीं होता,
उसमें घर की संकल्पना साकार होती है, तमाम जरूरी सुविधाएं होती है। हम 4 दीवारों वाली इमारत नहीं देते, हम सपनों को संकल्प में बदलने वाला घर देते हैं। इसलिए पीएम आवास योजना के घरों में गैस, बिजली, शौचालय जैसी हर सुविधा सुनिश्चित की जा रही है। जल जीवन मिशन के तहत हर घर तक पानी पहुंचाया जा रहा है। ऐसे आदिवासी इलाकों में जहां कभी सरकार पहुंची ही नहीं, आज वहां विकास की गारंटी पहुंच रही है। आदिवासियों में, उसमें भी जो अति पिछड़े आदिवासी हैं, हम उनके लिए पीएम जनमन योजना शुरू की है। उससे आज कितने ही इलाकों की तस्वीर बदल रही है। इसका परिणाम ये है कि समाज में अंतिम पायदान पर खड़े व्यक्ति में भी नई उम्मीद जगी है। वो न केवल अपना जीवन बदल रहा है, बल्कि वो राष्ट्र निर्माण में भी अपनी मजबूत भूमिका देख रहा है। साथियों, श्री नारायण गुरु ने हमेशा महिला सशक्तिकरण पर जोर दिया था। हमारी सरकार भी वुमेन लेड डेवलपमेंट के मंत्र के साथ आगे बढ़ रही है। हमारे देश में आजादी के इतने साल बाद भी ऐसे कई क्षेत्र थे जिनमें महिलाओं की एंट्री ही बैन थी। हमने इन प्रतिबंधों को हटाया। नए नए क्षेत्रों में महिलाओं को अधिकार मिले। आज स्पोर्ट से लेकर स्पेस तक हर फील्ड में बेटियां देश का नाम रोशन कर रही है। आज समाज का हर वर्ग, हर तबका एक आत्मविश्वास के साथ विकसित भारत के सपने को, उसमें अपना योगदान दे रहा है। स्वच्छ भारत मिशन, पर्यावरण से जुड़े अभियान, अमृत सरोवर का निर्माण, मिलेट्स को लेकर जागरूकता जैसे अभियान, हम जन भागीदारी की भावना से आगे बढ़ रहे हैं। 140 करोड़ देशवासियों की ताकत से आगे बढ़ रहे हैं। साथियों, श्री नारायण गुरु कहते थे, विद्या कौन प्रबुद्धर आऊ का, संगठना कौन शक्तर आऊ का, प्रयत्नम कौन संपन्नार आऊ का। यानी एनलाइनमेंट थ्रू एजुकेशन, स्ट्रेंथ थ्रू ऑर्गेनाइजेशन, प्रॉस्पेरिटी थ्रू इंडस्ट्री। उन्होंने खुद भी इस विजन को साकार करने के लिए महत्वपूर्ण संस्थाओं की नींव रखी थी। शिवगिरी में ही गुरुजी ने शारदा मठ की स्थापना की थी। मां सरस्वती को समर्पित ये मठ, इसका संदेश है कि शिक्षा ही वंचितों के लिए उत्थान और मुक्ति का माध्यम बनेगी। मुझे खुशी है कि गुरुदेव के उन प्रयासों का आज भी लगातार विस्तार हो रहा है। देश के कितने ही शहरों में गुरुदेव सेंटर्स और श्री नारायण कल्चरल मिशन मानव हित में काम कर रहे हैं। साथियों, शिक्षा, संगठन और औद्योगिक प्रगति से समाज कल्याण के इस विजन की स्पष्ट छाप आज हम देश की नीतियों और निर्णयों में भी देख सकते हैं। हमने इनके दशक बाद, इतने दशक बाद देश में नई एजुकेशन पॉलिसी लागू की है। नई एजुकेशन पॉलिसी न केवल शिक्षा को आधुनिक और समावेशी बनाती है, बल्कि मातृभाषा में पढ़ाई को भी बढ़ावा देती है। इसका सबसे बड़ा लाभ पिछड़े और वंचित तबके को ही हो रहा है। साथियों, हमने पिछले एक दशक में देश में इतनी बड़ी संख्या में
नई आईआईटी, आईआईएम, एम्स जैसे संस्थान खोले हैं जितने आजादी के बाद 60 वर्षों में नहीं खुले थे। इसके कारण आज उच्च शिक्षा में गरीब और वंचित युवाओं के लिए नए अवसर खुले हैं। बीते 10 साल में आदिवासी इलाकों में 400 से ज्यादा एकलव्य आवासीय स्कूल खोले गए हैं। जो जनजातीय समाज कई पीढ़ियों से शिक्षा से वंचित थे, उनके बच्चे अब आगे बढ़ रहे हैं। भाइयों बहनों, हमने शिक्षा को सीधे स्किल और अवसरों से जोड़ा है। स्किल इंडिया जैसे मिशन देश के युवाओं को आत्मनिर्भर बना रहे हैं। देश की औद्योगिक प्रगति, प्राइवेट सेक्टर में हो रहे बड़े रिफॉर्म्स, मुद्रा योजना, स्टैंड अप योजना, इन सबका भी सबसे बड़ा लाभ दलित, पिछड़ा और आदिवासी समाज को हो रहा है। साथियों, श्री नारायण गुरु एक सशक्त भारत चाहते थे। भारत के सशक्तिकरण के लिए हमें आर्थिक, सामाजिक और सैन्य हर पहलू में आगे रहना है। आज देश इसी रास्ते पर चल रहा है। भारत तेजी से दुनिया की तीसरे नंबर की इकोनॉमी बनने की तरफ बढ़ रहा है। हाल में दुनिया ने ये भी देखा है कि भारत का सामर्थ्य क्या है। ऑपरेशन सिंदूर, ऑपरेशन सिंदूर आतंकवाद के खिलाफ भारत की कठोर नीति को दुनिया के सामने एकदम स्पष्ट कर दिया है। हमने दिखा दिया है कि भारतीयों का खून बहाने वाले आतंकियों के लिए कोई भी ठिकाना सुरक्षित नहीं है। साथियों, आज का भारत देश हित में जो भी हो सकता है और जो भी सही है, उसके हिसाब से कदम उठाता है। आज सैन्य जरूरतों के लिए भी भारत की विदेशों पर निर्भरता लगातार कम हो रही है। हम डिफेंस सेक्टर में आत्मनिर्भर हो रहे हैं और इसका प्रभाव हमने ऑपरेशन सिंदूर के दौरान भी देखा है। हमारी सेनाओं ने भारत में बने हथियारों से दुश्मन को 22 मिनट में 22 मिनट में घुटने टेकने के लिए मजबूर कर दिया। मुझे विश्वास है आने वाले समय में मेड इन इंडिया हथियारों का डंका पूरी दुनिया में बजेगा। साथियों, देश के संकल्पों को पूरा करने के लिए हमें श्री नारायण गुरु की शिक्षाओं को जन जन तक पहुंचाना है। हमारी सरकार भी इस दिशा में सक्रियता के साथ काम कर रही है। हम शिवगिरी सर्किट का निर्माण करके श्री नारायण गुरु के जीवन से जुड़े तीर्थ स्थानों को जोड़ रहे हैं। मुझे विश्वास है उनके आशीर्वाद, उनकी शिक्षाएं अमृतकाल की हमारी यात्रा में देश को रास्ता दिखाती रहेंगी। हम सब एक साथ मिलकर विकसित भारत के सपने को पूरा करेंगे। श्री नारायण गुरु का आशीर्वाद हम सभी पर बना रहे, इसी कामना के साथ मैं शिवगिरी मठ के सभी संतों को फिर से नमन करता हूं।
आप सबका बहुत बहुत धन्यवाद। नमस्कार।